ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മളുടെ വീട്ടിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഈ പുതിനയെക്കുറിച്ചാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നും കിട്ടിയിരിക്കുന്ന പുതിനയുടെ തണ്ടുകളാണ് കേട്ടോ. ഇവിടെ മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ശ്രദ്ധക്കുറവ് കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് പുതിന കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നടുന്ന രീതിയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ കുറച്ച് സംഭവങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മളുടെ ബയോബിനിലെ വളമാണ്. എല്ലാ ചെടികൾക്കും ഞാൻ ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളുടെ മണ്ണൊക്കെ ഒന്ന് ലൂസാവാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, അത്യാവശ്യം നല്ലപോലെ പൊടിഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബയോബിനിലെ വളം ചേർക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ ഞാൻ പിന്നെയും എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി അടുത്തത് എടുത്തിരിക്കുന്നത് ഇത് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും അതേപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്ക്, ഇവ മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് രണ്ടും മണ്ണിൽ ചേർത്തിട്ടാണ് നമ്മളുടെ ചെടി നമ്മൾ ഒരുക്കുന്നത്. അപ്പോൾ പലരും പറയാറുണ്ട് പുതിന നട്ട് കഴിഞ്ഞാൽ പിടിക്കില്ല, പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോകുന്നു, കിളിർത്ത് വരുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് എങ്ങനെയാണ് നടുന്നതെന്നൊക്കെ ഉള്ളതൊന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഇരുന്ന് ചെയ്യുമ്പോൾ നമ്മുടെ ലവ് ബേർഡ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, എന്താ ചെയ്യുന്നതെന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഒച്ചമ്പാളമായിരിക്കും. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന കണ്ടു തന്നെ ഇതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ലവ് ബേർഡ്സിനെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ആകെ ഒരു ശ്വാസം മുട്ടൽ പോലെ തോന്നുന്നുണ്ടോ? കംപ്ലീറ്റ്ലി നെറ്റ് വെച്ച് അടച്ചിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പൂച്ചേനെ പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ അടച്ചു വെച്ചിരുന്നെങ്കിലും പാമ്പാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയ കേട്ടോ. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഏകദേശം ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ താഴെ മാത്രമാണ് ഈ ഒരു നെറ്റ് കൊണ്ട് അടക്കാതിരുന്നത്. ഇപ്പൊ അതും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു കിളിയെ നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ മാത്രമാണ് നെറ്റ് അടിക്കാതിരുന്നത്. ഞാൻ അതും കൂടി അങ്ങോട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏത് വഴിക്കാണ് പാമ്പ് കയറണേന്നൊന്നും അറിയണമല്ലോ. അപ്പൊ നമ്മളുടെ വളങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ ചെടിച്ചട്ടികളിൽ ഉണ്ടായിരുന്ന വെച്ചാൽ മണ്ണ് തന്നെയാണ്. അപ്പോൾ അതിൽ കുറച്ച് കല്ലും കട്ടയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഏറ്റവും അടിയിൽ ആ ഹോളിന്റെ താഴെ ഞാൻ കുറച്ച് മെറ്റലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കളയുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. മണ്ണ് ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മണ്ണ് ഫില്ല് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാൻ 3 ചട്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് ഹാങ്ങിങ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്ന് ഹാങ് ചെയ്തിടാമെന്നും വിചാരിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് ഹാങ് ചെയ്തും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം മണ്ണൊന്ന് നിറച്ചു കൊടുക്കാം. ഒരു 1/4 ഭാഗത്തോളം മണ്ണ് അങ്ങോട്ട് ഫില്ല് ചെയ്യാം കേട്ടോ. ഇത്രത്തോളം എടുത്തിട്ടുണ്ട്. ഇത്ര തന്നെ മതിയാവും. ഇനിയിപ്പോൾ നമുക്ക് വളങ്ങൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ബയോബിനിലെ വളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് അത്യാവശ്യം, അതായത് നമ്മൾ മണ്ണൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ലൂസാവുന്ന രീതിയിൽ നമുക്കത് ബയോബിനിലെ വളം കൊടുക്കാം കേട്ടോ. അതിൽ നിന്നും വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ എല്ലുപൊടി മിക്സ് എടുക്കുന്നത്. അത് വളരെ കുറച്ച് മാത്രം മതി. ഇനിയിപ്പോൾ ഇതങ്ങോട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രത്തോളം മതിയാവും കേട്ടോ. ഒന്നാമത്തേൽ നമ്മൾ ഹാങ് ചെയ്താണ് ഇടുന്നത്. അത് മാത്രമല്ല നമ്മുടെ പുതിനയ്ക്ക് അധികം മണ്ണിന്റെ ആവശ്യമില്ല കേട്ടോ. ചെറിയൊരു പോട്ടിലാണെങ്കിൽ കൂടി നന്നായിട്ട് വളർന്നു വരുന്ന ഒരു ചെടിയാണ് പുതിന. ഇതേപോലെ തന്നെ നമുക്ക് മറ്റ് 2 ചെടിച്ചട്ടിയും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. കടയിൽ നിന്നും വാങ്ങിക്കുന്ന പുതിനയിൽ ഒരുപാട് കീടനാശിനികൾ അടിച്ചിട്ടുണ്ടാവും. അത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതൊന്നും അല്ലല്ലോ. അപ്പോൾ ഇതേപോലെ ചെറിയ രീതിയിൽ നമുക്ക് പുതിന നട്ടുപിടിപ്പിക്കാവുന്നതാണ്. പുതിന മാത്രമല്ല കേട്ടോ, തക്കാളി, പച്ചമുളക്, വഴുതന, വേപ്പില, ഇതേപോലെ നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ കൃഷികൾ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു പുതിനയിലയുടെ ഗുണങ്ങൾ ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ കുടിക്കുന്ന ചായയിലും അതേപോലെ തന്നെ ബിരിയാണിയിലും ഒക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. നമ്മളുടെ ദഹനത്തിന് വളരെ നല്ലതാണ് ഈ ഒരു പുതിനയില. നല്ല തിളപ്പിച്ച പുതിനയില ഇട്ട വെള്ളം ഒന്ന് കുടിച്ചു നോക്കൂ, വളരെ നല്ലതാണ് കേട്ടോ നമ്മളുടെ ശരീരത്തിന്. ഞാൻ ഇത് ഇവിടെ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന വെച്ചാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ മുമ്പ് ഇതേപോലെ ഹാങ്ങിങ് ആയിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വീട്ടിൽ ബിരിയാണിയോ നെയ്ച്ചോറോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് കഴിച്ചു കഴിയുമ്പോൾ ഇതേപോലെ പുതിന ടീ കുടിക്കുമായിരുന്നു കേട്ടോ. നല്ലൊരു റീഫ്രഷിംഗ് ആണ്. പിന്നെ ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ പിന്നെ പുതിന അങ്ങനെയൊന്നും പെട്ടെന്ന് പോവില്ല കേട്ടോ. ഇനിയിപ്പോൾ ഉണങ്ങിപ്പോയാൽ പോലും നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ തണ്ടിൽ നിന്നും കിളിർത്ത് വരും കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അതേപോലെ നമ്മൾ ഇതിൻ്റെ കട്ടിങ്സ് എടുക്കുന്നതിനനുസരിച്ച് ഇതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി.
എത്ര ചെറിയ പോട്ടിലാണെങ്കിൽ പോലും നമുക്ക് പുതിന നട്ടു വളർത്താം. ഇതേപോലെ മണ്ണിലല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ചതിന് ശേഷവും നമുക്ക് പുതിന നട്ടുപിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ മണ്ണൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പുതിന നടാനായിട്ട് തുടങ്ങാം കേട്ടോ. ഇതാ നോക്കിയേ, ഇത് അത്യാവശ്യം നല്ല ലെങ്തിൽ പോയിരിക്കുന്ന പുതിനയാണ്. ഇത് എൻ്റെ ഉമ്മച്ചി വീട്ടിൽ വളർത്തിയതാണ് കേട്ടോ. അതിൻ്റെ ഒരു ലീഫിൻ്റെയൊക്കെ ഒരു വലിപ്പം കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഇതിലും ഭംഗിയായിട്ട് നമുക്ക് പുതിന വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ആ തണ്ടൊക്കെ ഒന്ന് രണ്ടായിട്ട് മുറിക്കുന്നുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ നീളത്തിലുള്ള തണ്ട് വേണം എന്നൊന്നുമില്ല, ചെറിയൊരു കട്ടിങ്സിൽ നിന്ന് നമുക്ക് നല്ല രീതിക്ക് തന്നെ പുതിന വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. ആദ്യം തന്നെ ചിലതിലൊക്കെ വേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രത്തോളം ഒന്ന് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചെടിച്ചട്ടിയിലേക്ക് ഇത് നടാനായിട്ട് തുടങ്ങാം. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ, നമുക്ക് ഇതിന്റെ എല്ലാ ലീഫും ആവശ്യമില്ല. ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ആ മേളിലത്തെ 2 ലീഫ് മാത്രം നിർത്തിയിട്ട് ബാക്കിയെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇതേപോലെ കൈയും കൊണ്ട് വെറുതെ ഒന്ന് കുഴിച്ചു വെക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് പുതിനയുടെ കൊമ്പ് ഒന്ന് നട്ടുകൊടുക്കാം. വളരെ താഴത്തിലോട്ടൊന്നും നട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ഇലകൾ കളയേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് ചായ ഉണ്ടാക്കാനോ അതേപോലെ ചമ്മന്തി ഉണ്ടാക്കാനോ ഒക്കെ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. അത്യാവശ്യം ഒന്ന് അകത്തി നടുന്നതാണ് കേട്ടോ നല്ലത്. നമുക്കറിയാലോ പുതിന ഇങ്ങനെ പടർന്നു പിടിച്ചു പോകുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗ്യാപ്പ് ഇട്ട് നടുന്നതാണ് നല്ലത്. അതായത് ഇതേപോലെ വലിപ്പമുള്ള ഒരു പോട്ടിൽ ഒരു 4-5 എണ്ണമൊക്കെ മാത്രം നട്ടാൽ മതിയാകും. മണ്ണൊരുക്കിയ സമയത്ത് നമ്മൾ ജൈവവളങ്ങൾ മാത്രം ചേർത്തത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഈ പുതിനയിലെല്ലാം തന്നെ മുളച്ച് കിട്ടും കേട്ടോ. അപ്പോൾ 3 ചട്ടിയിൽ ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ വളമൊക്കെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മറ്റുള്ള ചെടികൾക്ക് കൂടി ഒന്ന് നട്ടു കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ചെടിച്ചട്ടികളൊക്കെ കണ്ടറിയാൻ പറ്റും ഞാൻ വളരെ കുറച്ച് മാത്രമാണ് മണ്ണ് ചേർക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഇവിടെ മണ്ണ് ഭയങ്കര ഷോർട്ടാണ്. പിന്നെ അതുമാത്രമല്ല നമ്മുടെ ചെടിച്ചട്ടികൾ അധികം വെയിറ്റ് ആവാതിരിക്കുന്നതാണല്ലോ നല്ലത്. അതുമാത്രമല്ല ബയോബിലിനെ വളമൊക്കെ ചേർത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി വായുസഞ്ചാരമൊക്കെ ഉണ്ടാവും. നമ്മൾ ഒഴിക്കുന്ന വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ വാർന്നു പോവും, ചെടികൾക്ക് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം മണ്ണ് ഞാൻ ചേർക്കാറില്ല. മണ്ണിൻ്റെ കൂട്ടത്തിൽ വളങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം നമ്മളെ ചെടിച്ചട്ടി നിറയും. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മണ്ണെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് വളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബൊഗെയിൻവില്ലയാണ്. അപ്പോൾ നമ്മളുടെ എല്ലാം കൂടി ചേർത്തിട്ടുള്ള മിക്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരെണ്ണം ഹാങ് ചെയ്തിടാനുള്ളതാണ്, മറ്റു 2 എണ്ണം ഏറ്റവും മുകളിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്. നനച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അധികം വെയിലടിക്കാത്തൊരു സ്ഥലത്തേക്ക് ഇതിനൊന്ന് മാറ്റി വയ്ക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിനെ പേടിച്ചിട്ട് ചെടിച്ചട്ടികൾ മാത്രമല്ല ചെടി മൊത്തത്തിൽ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നോക്കി അത്യാവശ്യം നമുക്ക് ഗ്യാപ്പ് ഇട്ടാണ് ഞാൻ ചെടിച്ചട്ടികൾ വെച്ചിരിക്കുന്നത്. നമ്മളുടെ താഴെ ഇരുന്ന മുല്ലകളൊക്കെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം സേഫ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം വെയിലൊക്കെ കിട്ടും, നല്ല രീതിക്ക് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചെമ്പരത്തി കണ്ടോ, ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചെമ്പരത്തി ചെറിയൊരു പോട്ടിലാണ് നിൽക്കുന്നത്. അതിൽ നിന്നും ചെറിയൊരു കട്ടിങ് എടുത്ത് ഞാൻ നിലത്ത് വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ചെടിച്ചട്ടിയിൽ നിൽക്കുന്നതും നിലത്ത് നിൽക്കുന്നതും തമ്മിലുള്ള ഗ്രോത്ത് വ്യത്യാസം കണ്ടോ. ഇതില് പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ഇല കഴിഞ്ഞതിന് ശേഷം ഓരോ മുട്ടകൾ അതേപോലെയാണ് നിൽക്കുന്നത്. വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. റെഡ് കളറാണ് കേട്ടോ. നമ്മുടെ പുതിനയിലയുടെ ഇത്രത്തോളം ഇലകളുണ്ട് കേട്ടോ. ഇന്ന് വൈകുന്നേരം ചായക്ക് എടുക്കാം. അപ്പൊ 2 പോട്ടോ ആയിട്ട് ഞാൻ മേളിലേക്ക് പോവാണ്. എനിക്ക് ഹെൽപ്പായിട്ട് ആലിമും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ 2 പോട്ട് ഞാൻ ഇവിടെ വെക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം മുളകിന്റെ വിത്ത് പാകിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ പോട്ടാണ് കേട്ടോ അപ്പുറത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ നിൽക്കുന്നത് പുതിനയിലാണെന്ന് തോന്നും, അല്ലട്ടോ. ഇത് വിക്സ് തുളസി എന്നാണ് ഇതിനെ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലീഫ് എടുത്തു കഴിഞ്ഞാൽ വിക്സിന്റെ സ്മെല്ലാണ് കേട്ടോ. നമുക്ക് പനി ജലദോഷമൊക്കെ ഉള്ളപ്പോൾ നമുക്കൊന്ന് ആവി പിടിക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ. ഇത് ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. ഇതേപോലെ തന്നെയാണ് പുതിനയില നിന്നിരുന്നേച്ചത്, പക്ഷെ അത് എൻ്റെ നിന്ന് നശിച്ചു പോയതാണ്. ഇതിൻ്റെ ഒരു ഇല എടുത്ത് നോക്കുമ്പോൾ തന്നെ നോക്കിയ 2 ഒരേപോലെ ഇരിക്കുന്നത്, പക്ഷേ 2ഉം സ്മെല്ല് വ്യത്യാസമുണ്ട് കേട്ടോ. സ്മെല്ല് നോക്കുമ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ട് വ്യത്യാസം അറിയുന്നത്. മുളക് തൈ ഒരെണ്ണം ഉണ്ട് ആകെ മുളച്ച് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ വിത്തിട്ടിട്ടല്ലേ ഉള്ളൂ. 10 ദിവസം വരെ ഏകദേശം വെയിറ്റ് ചെയ്യാം.
വിക്സ് തുളസി അവിടെ മാത്രമല്ല കേട്ടോ, അതാ നോക്കി ആലിമിൻ്റെ പഴയൊരു ബാത്തബാണ് കേട്ടോ. അതിൽ ഞാൻ ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നേ, അതിൻ്റെ കൂട്ടത്തിൽ 2 തണ്ട് കൊണ്ടുപോയി നട്ടതാണ് കേട്ടോ. അതാ നോക്കി ഇപ്പം അതിൻ്റെ വലിപ്പം നോക്കിയേ. ഞാൻ ഇടയ്ക്ക് ഇതേപോലെ വെള്ളം തിളപ്പിച്ച് ഒന്ന് ആവി പിടിക്കാനൊക്കെ ആയിട്ട് എടുക്കാറുണ്ട്, വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറിച്ചില്ലായിരുന്നു, അപ്പോൾ അത് അവിടെ കിടന്ന് കെട്ടുപോയി. ഇപ്പോൾ ദാ പുതിയ തൈ മുളച്ച് വരുന്നുണ്ട് കേട്ടോ. അതിൽ നിന്നും ഇഞ്ചി അങ്ങനെയാണല്ലോ, നമ്മൾ പറിച്ചില്ലെങ്കിൽ അവിടെ കിടന്ന് അടുത്ത വർഷം നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലോട്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഇതേപോലെ ഹാങ് ചെയ്ത് ഇടുന്ന പോട്ടിൽ നട്ടിട്ടുണ്ടായിരുന്നു. ദാ ഇതേപോലെയുള്ള ചെറിയൊരു ഗ്രില്ല് വെക്കാൻ പറ്റുന്നതിൽ പോലും നമുക്ക് പുതിനയില നട്ടുപിടിപ്പിക്കാം കേട്ടോ. ഇത് എൻ്റെ ഉണങ്ങിപ്പോയതാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഉണങ്ങിപ്പോയാലും അതിൻ്റെ തണ്ടിൽ നിന്നും കിളിർത്ത് വരുമെന്ന്. ദാ അതാണ് കേട്ടോ ഈ കാണുന്നത്. ഉണങ്ങിപ്പോയെങ്കിലും അതിൻ്റെ തണ്ടിൽ നിന്നും കിളിർത്ത് വരുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് കേട്ടോ. ഏറ്റവും മുകളിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചെടികൾ വെച്ചിരിക്കുന്നത്. ഒരു സൈഡ് കംപ്ലീറ്റ് റോസാണേ, അവിടെ നിങ്ങളുടെ ബൊഗെയിൻവില്ലയാണ്. പിന്നെ ദാ ഇതേപോലെ കുഞ്ഞു പച്ചക്കറികളും ഒക്കെ ഉണ്ട് കേട്ടോ. വഴുതനയും വേപ്പിലയും ഒക്കെ ഉണ്ട്. വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.